Hello guys, welcome back to Star Live Tech. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒപ്പോയിൽ നിന്ന് റീസെൻ്റ്ലി ഇന്ന് ലോഞ്ച് ചെയ്ത ഒപ്പോ റെനോ 4 Pro എന്ന സ്മാർട്ട് ഫോണാണ്. ഏകദേശം 2 മാസങ്ങൾക്ക് മുന്നേ ഒപ്പോ റെനോ 4 Pro എന്ന ഡിവൈസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗ്ലോബൽ വേരിയൻറ്റിനെ ആസ്പദമാക്കിയായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പോ റെനോ 4 Pro എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, അതോടൊപ്പം ചെറിയ കുറച്ച് നെഗറ്റീവ് പോയിന്റ്സും എടുത്ത് പറയാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിൽ വരുന്നത്. നമുക്ക് ഒരു ഡിവൈസിൽ ഒരു പഞ്ചോൾ കട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം ഏകദേശം 88.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കൊരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. 1080x2400 പിക്സൽസ് ആണ് സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. ഏകദേശം 402 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു ഫീച്ചർ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും നമുക്കൊരു ഡിവൈസിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം HDR10ന്റെ സപ്പോർട്ടും നമുക്കൊരു ഡിവൈസിൽ വരുന്നുണ്ട്. ഏകദേശം 500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതോടൊപ്പം നമുക്കൊരു ഡിവൈസിൽ ഗോറില്ല ഗ്ലാസ് 5ന്റെ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 161 ഗ്രാംസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഡിവൈസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുന്ന സമയത്ത് ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 720G എന്ന ചിപ്സെറ്റാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിവൈസിന്റെ പ്രൈസിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഒരു 720G എന്ന ചിപ്സെറ്റിൽ ലഭിക്കില്ല. അഡ്രീനോ 618 ആണ് ഈ ഡിവൈസിന്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 10 ബേസിൽ കളറോയ്സ് 7.2 ആണ് ഈ ഡിവൈസിന്റെ യൂസർ ഇന്റർഫേസ് വരുന്നത്. ഈ ഒരു ഡിവൈസ് ആകെ ഒരു വേരിയന്റ് മാത്രമാണ് വരുന്നത്. 8GB റാം 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ് വരുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 SIM കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു SD കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. അതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം പല സ്മാർട്ട് ഫോണുകളും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. 48 മെഗാപിക്സൽ ആണ് പ്രൈമറി സെൻസർ വരുന്നത്. f1.7 ആണ് അപ്പർച്ചർ വരുന്നത്. സോണിയുടെ IMX586 എന്ന സെൻസറാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏകദേശം 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മെഗാപിക്സലിന്റെ ഒരു മോണോ സെൻസർ വരുന്നുണ്ട്. അത് നമുക്ക് പോർട്രേറ്റ് ഇമേജസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതോടൊപ്പം ഒരു 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒപ്പോ ഈ ഡിവൈസിന്റെ ക്യാമറയിൽ കുറച്ച് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കളർ മാത്രം ഹൈലൈറ്റ് ആക്കി ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിയർ ക്യാമറ വെച്ചും അതോടൊപ്പം ഫ്രണ്ട് ക്യാമറ വെച്ചും എടുക്കാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാപിക്സൽ ആണ്. f2.4 ആണ് അപ്പർച്ചർ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ഒരു പഞ്ചോൾ കട്ടിലാണ് ലഭിക്കുന്നത്. ഇനി നമ്മൾ ഈ ഡിവൈസിന്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം ഒപ്പോയുടെ മാസീവ് 65 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂപ്പർ വോക്ക് 2.0 ഫ്ലാഷ് ചാർജ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഈ ഒരു 4000 mAh കപ്പാസിറ്റി ബാറ്ററി 60% വരെ ചാർജ് ചെയ്യാൻ ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. അതോടൊപ്പം 36 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാനും സാധിക്കും. USB Type-C പോർട്ടാണ് ഈ ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം 3.5mm ഓഡിയോ ജാക്കും ഈ ഡിവൈസിൽ അവൈലബിൾ ആണ്. പിന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 2 കളർ വേരിയൻസിലാണ് വരുന്നത്. സ്റ്റാറി നൈറ്റ് അതുപോലെ തന്നെ സിൽക്കി വൈറ്റ്. പിന്നെ റിയർ ഡിസൈനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് ഡിസൈനിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ സാർ വാല്യൂയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.19 വാട്ട് പെർ കിലോഗ്രാം ആണ് ഹെഡ് സാർ വാല്യൂ വരുന്നത്. ബോഡി സാർ വാല്യൂ വരുന്നത് 0.74 വാട്ട്സ് പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഒപ്പോ റെനോ 4 Pro എന്ന സ്മാർട്ട് ഫോണിന്റെ ഓവറോൾ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞു ആകെ ഒരു വേരിയന്റ് ആണ് വരുന്നത്. 8GB റാം 128GB ഇന്റേണൽ സ്റ്റോറേജ്. ആ ഒരു വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 34,990 രൂപയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി ഇന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഒപ്പോ റെനോ 4 Pro എന്ന ഡിവൈസിന്റെ ഫീച്ചേഴ്സ്. ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിന് നൽകിയിരിക്കുന്നത്.
അതോടൊപ്പം അത്യാവശ്യം മികച്ച ക്യാമറ സെറ്റപ്പും തരക്കേടില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പും അതോടൊപ്പം മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പോസിറ്റീവ് പോയിന്റ്സ് അതിൻ്റെ അടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. ഈ രണ്ട് കാര്യങ്ങളും പല സ്മാർട്ട് ഫോൺസും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ ഈ ഒരു ഡിവൈസിന്റെ നെഗറ്റീവ് പോയിന്റ് എടുത്ത് പറയാനുള്ളത് ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് ആണ്. ഏകദേശം 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗന്റെ 720G എന്ന ചിപ്സെറ്റ് വളരെ കുറവ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം 20,000 രൂപക്ക് താഴെയുള്ള സ്മാർട്ട് ഫോണുകൾ പോലും സ്നാപ്ഡ്രാഗന്റെ 730G ചിപ്സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഏകദേശം സ്നാപ്ഡ്രാഗന്റെ 765G എന്ന ചിപ്സെറ്റ് എങ്കിലും കൊണ്ടുവരാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഗ്ലോബൽ വേരിയന്റിൽ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ 765G എന്ന ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. അതൊരു 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 720G ആണ് വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.